നമസ്കാരം. വിലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ യുദ്ധം കടുക്കുന്നു. അനിശ്ചിതത്വത്തിലായി ഇറാൻ. പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ അമേരിക്കൻ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം കൂടുതൽ സങ്കീർണമായ തലങ്ങളിലേക്ക് നീങ്ങുന്നു. ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സൈനിക നീക്കം ഇപ്പോൾ ഭരണമാറ്റം എന്ന ലക്ഷ്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. തുടക്കത്തിൽ വിട്ടുനിന്ന യുണൈറ്റഡ് കിങ്ഡം ഇപ്പോൾ ഈ സംഘർഷത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. യുദ്ധം എപ്പോൾ അവസാനിക്കും? കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. നിലവിലെ സാഹചര്യത്തിൽ നയതന്ത്രപരമായ പരിഹാരങ്ങൾക്കൊന്നും സാധ്യതയില്ലെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. 2026 ഫെബ്രുവരി 28 ആരംഭിച്ച ശക്തമായ വ്യോമാക്രമണങ്ങൾ കുറയുന്നതിന് പകരം തീവ്രമാകുകയാണ്. ഇതിന് മറുപടിയായി ഇറാൻ മേഖലയിലുടനീളം ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നു. ഒമാൻ, ജനീവ എന്നിവിടങ്ങളിൽ നടന്ന ആണവ ചർച്ചകൾ പരാജയപ്പെട്ടതും ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ മരണവും സമാധാന ചർച്ചകളുടെ എല്ലാ വാതിലുകളും അടച്ചു. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായി തകരുകയോ ഭരണകൂടം തകരുകയോ അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ടാകുകയോ ചെയ്താൽ മാത്രമേ യുദ്ധം അവസാനിക്കൂ. എന്നാൽ ഇവയൊന്നും ഇപ്പോൾ പ്രായോഗികമായി കാണുന്നില്ല. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നീക്കം ഇറാന്റെ ആണവായുധ മോഹങ്ങൾ തകർക്കുക എന്നതിലുപരി മറ്റു പല ലക്ഷ്യങ്ങളും മുന്നോട്ട് വെക്കുന്നു. നമുക്കൊന്ന് പരിശോധിക്കാം. ഇറാന്റെ മിസൈൽ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ നശിപ്പിക്കുക, ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളെ ഇല്ലാതാക്കുക, ഇറാന്റെ നാവികസേനയെ ദുർബലപ്പെടുത്തുക. ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്ന സൂചന നൽകുന്ന രീതിയിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ സമയം അടുത്തു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം ഇറാനിയൻ ജനതയോട് പറഞ്ഞത്. ആദ്യഘട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമേനിക്ക് പകരം ഇറാന്റെ ഭരണഘടന അനുസരിച്ച് ഒരു ഇടക്കാല കൗൺസിലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് രാജ്യത്ത് ആഭ്യന്തര കലഹത്തിലേക്കോ കടുത്ത അസ്ഥിരതയിലേക്കോ നയിക്കുമോ എന്ന ആശങ്ക ശക്തമാണ്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് പറഞ്ഞിരുന്ന ബ്രിട്ടൻ ഇപ്പോൾ നേരിട്ട് പോരാട്ടത്തിന്റെ ഭാഗമായി. ഖത്തറിന് സമീപം ഇറാന്റെ ഡ്രോണുകൾ വെടിവെച്ചിട്ടുകൊണ്ട് ബ്രിട്ടീഷ് ടൈഫൂൺ വിമാനങ്ങൾ ആദ്യമായി യുദ്ധത്തിൽ പങ്കുചേർന്നു. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ തകർക്കാൻ അമേരിക്കയ്ക്ക് തങ്ങളുടെ സൈനിക താവളങ്ങൾ RAF ഫെയർഫോർട്ട്, ഡീഗോ ഗാർഷ്യ ഉപയോഗിക്കാൻ പ്രധാനമന്ത്രി സർ കീർ സ്റ്റാമർ അനുമതി നൽകി. പാർലമെന്റ് വോട്ടെടുപ്പ് നടത്താതെ യുദ്ധത്തിൽ പങ്കുചേരുന്നതിനെതിരെ ബ്രിട്ടനിൽ പ്രതിപക്ഷം കടുത്ത പ്രതിഷേധത്തിലാണ്. എന്നാൽ ബ്രിട്ടീഷ് പൗരന്മാരുടെ ജീവൻ അപകടത്തിലായ സാഹചര്യത്തിൽ മറ്റു വഴികളില്ലെന്നാണ് സർക്കാരിന്റെ വാദം. ആഗോള പ്രത്യാഘാതം. മേഖലയിലെ വ്യോമപാതകൾ തടസ്സപ്പെട്ടതും ഇന്ധന വിപണിയിലെ വിലക്കയറ്റവും ആഗോള സാമ്പത്തിക രംഗത്തെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. യുദ്ധം എപ്പോൾ അവസാനിക്കും എന്നതിനേക്കാൾ ഇത് എത്രത്തോളം വ്യാപിക്കും എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.